Hi everyone, welcome to my YouTube channel. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവല്യൂഷൻ യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. നോർമലി നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷനൊക്കെ പെർഫോം ചെയ്യുന്നത് LTI സിസ്റ്റത്തിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷനെ പറ്റി കേട്ടിട്ടുള്ളത്. സോ ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ കേസിലുള്ള കൺവല്യൂഷനാണ് ഞാനിവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. നോർമലി നമ്മൾ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ കൺവല്യൂഷനെ നമ്മൾ പറയുന്നത് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ എന്നും, ഇൻ കേസ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ആണെങ്കിൽ നമ്മളതിനെ കൺവല്യൂഷൻ സം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സോ ഞാനിവിടെ കൺവല്യൂഷൻ ഇൻ്റഗ്രലാണ് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ഒരു LTI സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആൻഡ് ഞാനൊരു ഇൻപുട്ട് എക്സ് ഓഫ് ടി കൊടുക്കുന്നുണ്ട്. സോ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വൈ ഓഫ് ടി. സോ വൈ ഓഫ് ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. ഈ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ LTI സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസിനെയും അതുപോലെ തന്നെ LTI സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിനെയും റിലേറ്റ് ചെയ്തതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൺവല്യൂഷനാണ് ഇവിടെ ഞാനിങ്ങനെ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻലി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കൺവല്യൂഷൻ പെർഫോം ചെയ്യുമ്പോൾ മെയിൻലി 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ്, അതായത് എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള 2 സിഗ്നൽസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവുക. സോ അതിനെ നമ്മൾ ടോയുടെ ടേംസിൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടോയും കണ്ടെത്തും. ഇനി അതിൽ എക്സ് ഓഫ് ടോയോ എച്ച് ഓഫ് ടോയോ ഏതെങ്കിലും ഒന്നെടുത്ത്, ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് എച്ച് ഓഫ് ടോ ആണെങ്കിൽ അതിന് ഞാനൊരു ടൈം റിവേഴ്സൽ പെർഫോം ചെയ്യും. എക്സ് ഓഫ് ടോയ്ക്ക് ഞാനൊരു ടൈം റിവേഴ്സൽ പെർഫോം ചെയ്തു. അപ്പോൾ എനിക്ക് എച്ച് ഓഫ് മൈനസ് ടോ കിട്ടി. ഇനി ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ആ കിട്ടിയിട്ടുള്ള എച്ച് ഓഫ് മൈനസ് ടോയ്ക്ക് ഞാനൊരു ടൈം ഷിഫ്റ്റ് കൂടി പെർഫോം ചെയ്തു. സോ എനിക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് ടി മൈനസ് ടോ കിട്ടി. ഇതാണ് മെയിൻലി നമുക്ക് ചെയ്യേണ്ടി വരുന്ന സ്റ്റെപ്പ്. സോ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടുള്ള കൺവല്യൂഷനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് 2 സിഗ്നൽസ് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള 2 സിഗ്നൽസ്. സോ അതിനെ കൺവല്യൂഷൻ പെർഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താ, നമ്മൾ എക്സ് ഓഫ് ടീനെയും എച്ച് ഓഫ് ടീനെയും ടോയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടോ വേഴ്സസ് ടോ ഗ്രാഫും ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം സംഭവം തന്നെ. നേരത്തെ നമ്മൾ എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ടി ടേംസിനെ നമ്മൾ ടോ വെച്ച് റീപ്ലേസ് ചെയ്തു, അല്ലാതെ സിഗ്നൽസിന് വേറെ ഒരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പെർഫോം ചെയ്യാൻ പോകുന്നത്, നമ്മൾ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് ഓഫ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിന് ഞാനൊരു ടൈം റിവേഴ്സൽ പെർഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് എച്ച് ഓഫ് മൈനസ് ടോ ആണ് ഞാനിനി കാണാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു എന്താ, എച്ച് ഓഫ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ 0 to 1 വരെയുള്ള ഒരു 1 ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ. സോ ഇതിനെ നമ്മൾ ടൈം റിവേഴ്സൽ പെർഫോം ചെയ്യുമ്പോൾ ഈ സിഗ്നലിൻ്റെ നേരെ ഒരു മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അതെന്തായിരിക്കും, -1 to 0 വരെയായിരിക്കും ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, 1 ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ. സോ -1 to 0 1 ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടി. അതാണ് എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഈ എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിന് ഞാനൊരു ടൈം ഷിഫ്റ്റ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് മൈനസ് ടോ പ്ലസ് ടി, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, എച്ച് ഓഫ് ടി മൈനസ് ടോ എന്നും കൂടി പറയാം. സോ എന്ത് സംഭവിക്കും, ഈ സിഗ്നൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ 0 സിഗ്നൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്കും -1 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലുള്ള സിഗ്നൽ t-1 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ്, എച്ച് ഓഫ് ടി മൈനസ് ടോ ഞാൻ പെർഫോം ചെയ്തു. സോ 0 സിഗ്നൽ ടി പൊസിഷനിലേക്ക് വന്നു ആൻഡ് -1 t-1 പൊസിഷനിലേക്കും പോയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത്, ഈ 2 സിഗ്നൽസിനെയും ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാണ്, എക്സ് ഓഫ് ടോയിനെയും എച്ച് ഓഫ് ടി മൈനസ് ടോയിനെയും. അതായത് നോർമലി നമ്മൾ നമ്മുടെ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് എക്സ് ഓഫ് ടോയിനെയും എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള 2 സിഗ്നൽസിൻ്റെ പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഡി ടോ. സോ നമ്മൾ ആ പ്രൊഡക്റ്റ് ടേമിനെ നമ്മൾ ഒരേ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് വന്നു, എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് 0 to 2 വരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലും ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ നമ്മൾ നേരത്തെ കേസിൽ കണ്ടെത്തി വെച്ചതും. സോ അത് രണ്ടും നമ്മൾ ഒരുമിച്ച് പ്ലോട്ട് ചെയ്തു. സോ ഇതിനൊരു ഫസ്റ്റ് കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ t <0 കണ്ടീഷനാണ് ഇവിടെ. ടി എന്ന് പറയുന്നത് 0-നേക്കാളും ചെറുതാണ്.
സോ നമുക്ക് എന്ത് ചെയ്യാം, ദർ ഇസ് നോ ഓവർലാപ്പിംഗ് ഒന്നുമില്ല. സോ നമുക്ക് ഈ പ്രൊഡക്റ്റ് ടേം, അതായത് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താ, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ ആണ്. സോ ഇതിൽ ഓവർലാപ്പിംഗ്, അതായത് എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ടേം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഗ്രാഫിൽ അത് ഓവർലാപ്പ് ചെയ്ത് വരണം. സോ ടി എന്ന് പറയുന്നത് <0 കണ്ടീഷനിൽ ഇവിടെ ഓവർലാപ്പിംഗ് ഒന്നുമില്ല. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ പ്രൊഡക്റ്റ് ടേം എന്താണ്, 0 ആണ്. ദെർഫോർ നമ്മുടെ കൺവല്യൂഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് y ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നമ്മൾ ടി എന്ന് പറയുന്നതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ 0ക്കും 2നും ബിറ്റ്വീൻ, അല്ലെങ്കിൽ 0ക്കും 1നും ബിറ്റ്വീൻ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ സെക്കൻഡ് കേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ടി എന്ന് പറയുന്നത് 0ക്കും 1നും ബിറ്റ്വീൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ ഞാൻ ആ ടി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് t-1 to ടി ഉള്ള സിഗ്നലിനെ ഞാനൊന്ന് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബിറ്റ്വീൻ 0 to 1 ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സോ ഇങ്ങനെയായിരിക്കും ആ സിഗ്നൽ വരാം. സോ ഈ രണ്ട് സിഗ്നലും, അതായത് എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിഗ്നൽ ഇവിടെ ഓവർലാപ്പ് ചെയ്യപ്പെട്ടു ഫ്രം 0 to t എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ. ഈ ഒരു റേഞ്ചിലാണ് ഇത് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ, കൺവല്യൂഷൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതാം. y ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. സോ ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതായത് എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടോയും ഓവർലാപ്പ് ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്, അതാണ് നമ്മളിവിടെ ലിമിറ്റായിട്ട് അപ്ലൈ ചെയ്യാം. സോ 0 to t വരെയാണ് ഇതിന് ഓവർലാപ്പിംഗ് ഉള്ളത്. ബാക്കിയുള്ള പൊസിഷനിലൊന്നും ഓവർലാപ്പിംഗ് ഇല്ല. സോ എന്ത് വരും, ആ പ്രൊഡക്റ്റ് ടേം 0 ആയി പോവും ആ പോർഷൻസിൽ. പക്ഷെ ഓവർലാപ്പ് ചെയ്യുന്ന റീജിയൻസിൽ മാത്രമായിരിക്കും നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിമിറ്റ് 0 to 1 അപ്ലൈ ചെയ്യാം. 0 to t ആണ് നമ്മുടെ സിഗ്നൽ ഓവർലാപ്പ് ചെയ്യുന്ന റീജിയൻ. സോ നമുക്ക് 0 to t വരെ അപ്ലൈ ചെയ്യാം. ആൻഡ് കറസ്പോണ്ടിങ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, എക്സ് ഓഫ് ടോയുടെയും എച്ച് ഓഫ് ടി മൈനസ് ടോയുടെയും ആംപ്ലിറ്റ്യൂഡ് 1 ആണതിൽ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് 1 ആണത്. സോ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഡി ടോ ഞാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ടി കിട്ടി. ഇനി ഞാൻ വീണ്ടും ഈ ടീനെ, അതായത് ഈ സിഗ്നൽ, അതായത് t-1 to t എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിനെ ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്ത് ഔട്ട് ഓഫ് ടൂവിനെയും ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഓവർലാപ്പ് ചെയ്യാത്തൊരു റീജിയൻ വരണം. അതായത് y ഓഫ് ടി 0 ആവുന്നത് വരെ നമ്മളിത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റ് ചെയ്യണം. ഈ പ്രോസസ് ഓഫ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അടുത്ത ഷിഫ്റ്റിംഗ്, അതായത് അടുത്ത കേസ് എന്ന് പറയുന്നത് ടി ബിറ്റ്വീൻ 1 to 2. ടീനെ ഞാൻ 1നും 2നും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. സോ നേരത്തെ ടി ഇരുന്ന പൊസിഷനിലേക്ക് ഇപ്പോൾ t-1 വന്നു. ദാറ്റ് ഈസ് 0നും 1നും ബിറ്റ്വീൻ t-1 വന്നു. ഇപ്പോൾ ഓവർലാപ്പിംഗ് എവിടം തൊട്ട് എവിടം വരെയാണ്, t-1 to t വരെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള റീജിയൻ വന്നിരിക്കുന്നത് ആൻഡ് ഓവർലാപ്പിംഗ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷനിൽ ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, t-1 to t ആണ് നമ്മുടെ ഓവർലാപ്പിംഗ് ചെയ്യുന്ന റീജിയൻ. സോ ആ ഒരു ലിമിറ്റും കൊടുക്കാം. ആൻഡ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് സിഗ്നലിൻ്റെ, എക്സ് ഓഫ് ടോയുടെയും എച്ച് ഓഫ് ടി മൈനസ് ടോയുടെയും ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ആൻഡ് ഡി ടോ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് വാല്യൂ വന്നത്. ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ ടീനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ 2നും 3ക്കും ബിറ്റ്വീൻ ആക്കി കൊണ്ടുവരും. സോ സിഗ്നൽ എന്തായി മാറും, ഇതുപോലെ വരും. സോ ഞാൻ ടീനെ 2നും 3ക്കും ബിറ്റ്വീൻ ആയിട്ട് കൊണ്ടുവന്നു. സോ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് t-1 1നും 2നും ബിറ്റ്വീൻ വന്നു. ഇനി നമുക്ക് വീണ്ടും ഈ സിഗ്നലിൻ്റെ ഇക്വേഷൻ, കൺവല്യൂഷൻ്റെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ലിമിറ്റ് എന്തായിട്ട് മാറും, t-1 to 2 റേഞ്ചിലാണ് നമുക്ക് ഓവർലാപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത്, സിഗ്നലിന് ഓവർലാപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത്. സോ നമ്മൾ അതുപോലെ തന്നെ ലിമിറ്റ് കൊടുത്തു t-1 to 2 വരെ. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് 1 കൊടുത്തു. രണ്ടിൻ്റെ കേസിലും, അതായത് എക്സ് ഓഫ് ടോയ്ക്കും എച്ച് ഓഫ് ടി മൈനസ് ടോയുടെയും വാല്യൂ 1 ആണ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിൻ്റെ. സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആൻഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ നമുക്ക് 3 - t എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടി. നെക്സ്റ്റ് വീണ്ടും നമ്മളത് എന്ത് ചെയ്യാൻ പോവാണ്, ഷിഫ്റ്റ് ചെയ്യാണ് റൈറ്റിലോട്ട്. സോ എന്തായി, നമ്മുടെ സിഗ്നൽ t എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിൽ ദർ ഇസ് നോ ഓവർലാപ്പിംഗ് ഓഫ് സിഗ്നൽസ്. എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നലിന് ഓവർലാപ്പിംഗേ ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. ഓവർലാപ്പിംഗ് ഇല്ലാത്ത കേസിലൊക്കെ നമ്മൾ 0 ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, കാരണം പ്രൊഡക്റ്റ് ടേം ഇല്ല അവിടെ.
അതാണ് ഓവർലാപ്പിംഗ് ഇല്ല എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ത് കിട്ടും? y of t ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള എല്ലാതും, അതായത് ടിയുടെ ഓരോ റേഞ്ചിലുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് y of t നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യും ഫൈനലി. ഇങ്ങനെയാണ് നമ്മൾ കൺവല്യൂഷൻ പെർഫോം ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു എവ്രി വൺ. കീപ് സപ്പോർട്ടിങ്.